ഇപ്പം പ്രത്യേകിച്ചിട്ട് ഇവർ കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മനുഷ്യത്വത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കിരീടത്തെക്കാൾ വലുതാണ് നമ്മുടെ ചോര, ഒരു തുള്ളി ചോര എന്നുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ ശക്തി ആർജിച്ചിരുന്നത്. ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾക്ക് ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഒരു തുള്ളി ചോരയ്ക്ക് ഒരു ആ കിരീടം അണിയുന്ന തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം. അപ്പം ഒരു ജനാധിപത്യ രാജ്യമാണ്. നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക, കിരീടം അപ്രസക്തമാണെന്ന് നമ്മൾ സ്ഥാപിക്കുക. അതിന് നമ്മുടെ മുമ്പിലുള്ളത് തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് വൈകാതെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു വാചകം ഓർക്കാം. വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഏത് പാർട്ടിയായാലും അതിൽ EMSനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം കേട്ടോ. അദ്ദേഹം പിന്നെന്താണ് പറഞ്ഞത്, നേതൃപൂജകളിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ളത്. അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം. കേരളത്തിലെ എല്ലാ നേതാക്കളും അങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ നേതൃസ്തുതികളിൽ അഭിരമിക്കുന്ന നേതാക്കളെല്ലാം നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള നേതാക്കൾ വഴി ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പുതിയ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരള സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇടർച്ച പറ്റുന്നുണ്ട്. ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് എഴുത്തുകാർ ഇവിടെ ഇരിക്കുന്നത്.